ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങള് കറങ്ങാൻ പോവാണ്. ആരൊക്കെയാണ് എൻ്റെ കൂടെ? ആരതിയുണ്ട്, പാറുണ്ട്, ഞാനുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ വർക്കലയ്ക്ക് പോവാം കേട്ടോ. പോകുന്ന വഴിക്കൊന്ന് താന്നിയിലും കയറും. അപ്പം ഞങ്ങൾ ബയ്യനാട് എത്തിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഇൻട്രോ എടുക്കാൻ മറന്നുപോയി. ഇപ്പം രാവിലെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല തണുപ്പ്. ഇത് കണ്ടോ? അയ്യോ, സൂര്യൻ പോയാടി. അയ്യോ എൻ്റെ സൂര്യൻ തീ. ആ കണ്ടോ, കിടിലം വ്യൂ ആട്ടോ. നല്ല രസമുണ്ട്. അപ്പം ഇവിടെ കണ്ടപ്പം രസം ഉണ്ടായിട്ട് ഞങ്ങൾ നിർത്തിയതാ. അപ്പൊ പോവാം. പാറൂന് തടുത്തിട്ട് വയ്യ. സൂര്യൻ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഞങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. പോകുന്ന വഴിയൊക്കെ ഭയങ്കര ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. കുറേ നാൾക്ക് ശേഷമാണ് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങുന്നത്, എങ്ങോട്ടെങ്കിലും ഒക്കെ ഒന്ന് കറങ്ങാൻ പോകാനായിട്ട്. എല്ലാവരും ജോബും തിരക്കും പഠിത്തവും അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാവർക്കും കൂടി ഒരുമിച്ചൊരു ദിവസം കിട്ടുന്നില്ലായിരുന്നു. എന്നിട്ടും ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ മിസ്സിംഗ് ആണ്. ഞങ്ങൾ 4 പേരാണുള്ളത്. അല്ല, പോകുന്ന വഴിക്ക് നമ്മുടെ കാപ്പിൽ താന്നി ആ റൂട്ടൊക്കെ എന്ത് ഭംഗിയാണെന്നറിയാമോ കാണാൻ. നിങ്ങൾ ഇവിടെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, കൊല്ലത്തല്ല പുറത്ത് ഏതെങ്കിലും ജില്ലയിലാണെങ്കിൽ കൊല്ലത്ത് വരുമ്പോൾ ഈ സ്ഥലമൊക്കെ ഒന്ന് കാണാൻ പോകണോ. ഭയങ്കര ഭംഗിയാണ് കാണാൻ. അപ്പം ഞങ്ങൾ അവിടെ ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അതാ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, വഴിയുണ്ടോന്ന്. അവിടെ കാട് കയറിയതായിരിക്കും. ടൂലൂല്ലേ ഡാസ് വേറെ എടുത്തത്. അമ്മ എന്താ പറയാ, പോകുന്നേക്കോളം വെള്ളത്തിലൊന്നും ഇറങ്ങരുതെന്ന്. ഷോ, ഈ വ്ലോഗ് ചെയ്ത് വരുവോ? ഈ യാത്ര വിശ്വസകരമാക്കണം. എന്തി രണ്ടിടത്തും വ്ലോഗ് വരുന്നുണ്ട് ഗൈസ്. കിടിലം വ്യൂ ആണ്, ഞാൻ കാണിച്ചു തരാം. ആ ഉച്ച സമയത്തൊക്കെ വരണം. അടിപൊളി, ഭയങ്കര തണുപ്പ് കേട്ടോ. നമ്മൾ അങ്ങും ഈ തണുപ്പ് ഉള്ള സമയത്ത് ചെന്നാൽ സൂപ്പർ ആയിരിക്കും. നീ കയറ്, ഞാൻ ഇറക്കാം നിന്നെ. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കണേ. പിന്നെ പറഞ്ഞെടുപ്പിക്കുമ്പോ ഇങ്ങനെ നല്ലപോലെ മനസ്സിലാവുന്നുണ്ട്. നാച്ചുറൽ ആക്ടിങ് എടുക്ക്. രണ്ടുപേരും കൂടെ പട്ടി പേടിച്ചേക്കുന്നുണ്ടോ? അവിടെ ആദ്യം ഇവിടെ വിടാം. എല്ലും തോലെയുള്ളു നമ്മളെ മതി. എടുക്കണേ. നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങള് വെള്ളത്തിലാണ്, പക്ഷെ ഞങ്ങള് കരയിലാണ് ഗൈസ്. അവിടെ നിന്നോണ്ടേ ഞാനും എടുക്കുവാണ്. അല്ല അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പോവാട്ടോ. നല്ല വെട്ടല്ലേ. അവളെ മുഖത്ത് മാത്രം ഗൈസ്, ഇതാണ് ഞങ്ങളുടെ സാരഥികൾ. ഈ 2 വണ്ടിക്കകത്താ പോകുന്നത്. വാ. പേടിയുണ്ടോ? നല്ല പേടിയുണ്ടോ? എനിക്ക് പേടിയില്ല കേട്ടാ ഗൈസ്, ഇവർക്ക് പേടിയാണെന്ന്. അതിന്റെ കൊമ്പ് നോക്കിയേ, അതെന്നെ നോക്കുന്നടി. പേടിച്ചിരിക്കുന്ന 2 പേരെ കണ്ടോ?
അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് നേരെ കാപ്പിലേക്ക് വന്നു കേട്ടോ. ഈ വ്യൂ കണ്ട എങ്ങനെയാ ഇറങ്ങാതിരിക്കുന്നത്? ഇത് കണ്ടപ്പോ ഞങ്ങൾക്ക് ഇറങ്ങാൻ തോന്നിയിട്ട് ഞങ്ങൾ നല്ല വെളുപ്പാങ്കാല സമയത്താണ്. വെളുപ്പാങ്കാലം മീൻസ് ഒരു 6:30 ടൈമിലാട്ടോ വരുന്നത്. അപ്പൊ നല്ല തണുത്ത കാറ്റും, ഉച്ചക്കൊക്കെ ഇവിടെ വരണം, കരിഞ്ഞു പോവും. അപ്പൊ ഞങ്ങൾ എന്തായാലും പ്ലാൻ ചെയ്ത് ഇവിടെ ഇറങ്ങിയിട്ട് എന്തായാലും വർക്കലേക്ക് പോകുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഭയങ്കരമായിട്ട് മിസ് ചെയ്തതിന്. അത്ര അടിപൊളിയാണ്, നിങ്ങൾക്ക് ഇപ്പൊ കാണാതെ. നനഞ്ഞാ ഒട്ടില്ലടി, ഇവിടെ തിര കുറവാണ്, ഒട്ടും തിരയില്ല. രണ്ടുപേരും വീഡിയോ എടുക്കുവാണോ? ഇല്ല, ഈ വെള്ളം കുഴപ്പമില്ല. കൊല്ലം ബീച്ച് ഒന്നും അനക്കിയില്ല. ഒന്നുകൂടെ വെക്കാം, ഇപ്പൊ വരും. എനിക്ക് നേരം വേണം വീഡിയോ. അത് കിട്ടിയില്ല, എന്റെ ചെരുപ്പ് കിടക്കുന്നു. തെരയും കൂടെ നോക്കിയിട്ട് അങ്ങനെ അവിടുന്ന് കുറേ നേരം എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ വിചാരിച്ച് കഴിക്കാനായിട്ട് കയറാന്ന്. അങ്ങനെ അവിടുന്ന് വരുന്ന വഴിക്ക് ഒരു കടയിൽ കയറിയിട്ടോ. അവിടെ ഒരു ഷോപ്പേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ, പക്ഷെ നല്ല ഫുഡായിരുന്നു. അങ്ങനെ അവിടെ കയറി ഞങ്ങള് പൊറോട്ടയും മുട്ടക്കറിയും ഓർഡർ ചെയ്ത് കഴിച്ചു. ഇനി നേരെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ വർക്കല. ഇനി വേറെ എവിടെ ഇറങ്ങില്ല, നേരെ വർക്കല. നമ്മൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോഴേ കണ്ടിട്ടുണ്ടായിരുന്നു ഓടയം ബീച്ച് എന്ന് പറഞ്ഞിട്ട്, അവിടെ കുളിക്കാൻ ഇറങ്ങാൻ പറ്റുമെന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ട് പോയിട്ടോ. പോകുന്ന വഴിയൊന്നും ഞങ്ങൾക്ക് തോന്നിയില്ല ബീച്ചിന്റെ വഴിയാന്ന്. പക്ഷെ അവിടെ എത്തിയപ്പോ ഈ വ്യൂ, എന്റെ പൊന്നൊരു രക്ഷയില്ല. നിറയെ ആൾക്കാർ അവിടെയൊക്കെ കുളിക്കായിരുന്നു കേട്ടോ. ഹലോ, ഞങ്ങള് ഓടയം ബീച്ചിലെത്തി കേട്ടോ. ഓഹ്, കിടിലം വ്യൂ ആട്ടോ, ഭയങ്കര രസമുണ്ട് കാണാന്. അവിടെ സായിപ്പ് മദാമയൊക്കെ കുളിച്ച് അറുമാദിക്കുന്നത് കണ്ട് ഞങ്ങൾക്ക് ഇറങ്ങിക്കോളാൻ വയ്യ. അപ്പൊ അവിടുത്തെ വീഡിയോസ് ആണ്. ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് ചേട്ടന്മാരെ മീൻ പിടിക്കുകയാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് മെമ്മറി ആയിരുന്നു. അന്നത്തെ ദിവസത്തെയും എപ്പോഴും ആലോചിക്കാൻ പറ്റി. കാരണം ചേട്ടന്മാരെ മീൻ പിടിക്കാൻ തന്നെ ഞങ്ങൾ പറഞ്ഞു, ഒന്ന് ഹെൽപ്പ് ചെയ്യും മക്കളെ, ഒന്ന് വരൂ എന്ന് പറഞ്ഞു. ഞങ്ങളും ഒന്ന് കൂടി കേട്ടോ. ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ ആ പോയതില് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയതാണ്. നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ലല്ലോ, ഇങ്ങനെ മീൻ പിടിക്കുന്നത്, കൂടുന്നതും അവരെ വൈബും ഒക്കെ നല്ല രസമാണ്. പക്ഷെ ഞങ്ങൾ എത്ര പിടിച്ചിട്ട് ഈ മീനൊന്നും വരുന്നില്ലായിരുന്നില്ല. കുറെ ടൈം നമ്മൾ രാവിലെ ഇറങ്ങിയത് തന്നെ അവിടെ ചൂടൊക്കെ വരുന്നതിന് മുമ്പ്, എന്ന് വെച്ചാൽ വെയിൽ വരുന്നതിന് മുന്നേ കുളിക്കാം എന്നുള്ള ഒരു ഇതിലാണ്. അപ്പൊ ഇനി അവിടെ നിന്ന് സമയം കളഞ്ഞാൽ നമുക്ക് കുളിക്കാൻ ഇറങ്ങാൻ പാടും, പിന്നെ വെയിൽ കൊണ്ട് ഞങ്ങൾ കരിയും. പക്ഷെ ലാസ്റ്റ് ട്വിസ്റ്റ് ഉണ്ട്. അങ്ങനെ ഞങ്ങള് അവിടെ കുറച്ചൊക്കെ നേരമൊക്കെ നിന്ന് എന്റെ കൈ മൊത്തം പൊട്ടി. നല്ല വലിയ വടമാണ്, മറ്റേ വടം വലിക്കൊക്കെ യൂസ് ചെയ്യുന്നത്. കൈ ഫുള്ള് ചുമന്ന് പൊട്ടിയപ്പോ ഞാൻ പറഞ്ഞു, എന്നെ കൊണ്ട് നടക്കില്ല, നമുക്ക് ഇവിടെ നിന്ന് നൈസിന് പോവാൻ. അങ്ങനെ പിന്നെ ഞങ്ങള് നൈസിന് ഇങ്ങ് പോരുന്നു കേട്ടോ. ഒരു 8:30 ആയിട്ടാണ് അവർക്ക് മീനൊക്കെ കിട്ടിയത്. കുറെ ടൈം എടുക്കുന്ന പ്രോസസ്സാണ് കേട്ടോ. കുറെ പേര് കൂടി ഇതില്. ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയി. ലൈഫിൽ ഫസ്റ്റ് ഇങ്ങനെ ഒരു മൊമെന്റ് കിട്ടാന്ന് പറയുമ്പോൾ ചെന്നപ്പോ തന്നെ ഞങ്ങൾ ഫോണൊക്കെ കൊണ്ടുവച്ചിട്ട് കുളിക്കാൻ ഇറങ്ങിയിട്ട് അതിന്റെ വീഡിയോ ഒന്നുമില്ല. ഞങ്ങൾ എൻജോയ് ചെയ്യാൻ പോയിട്ട് അതിന്റെ വീഡിയോ ഒന്നും എടുക്കില്ല എന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ ഒരാളെ കൊണ്ട് എടുപ്പിച്ചിട്ട് മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പുള്ളി അത് അയച്ചു തന്നില്ല കേട്ടോ ഇതുവരെ. ഒന്നെങ്കിൽ മെയിൽ ഐ ഡിയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒന്നല്ലോ, അല്ലെങ്കിൽ പുള്ളി അയക്കാൻ മറന്നുപോയി കാണാം. അത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമായി. ഞങ്ങൾ കുറെ എൻജോയ് ചെയ്തു. ഞങ്ങളൊരു 7:30 തൊട്ട് 11:30 വരെ വെള്ളത്തിലായിരുന്നു. അതിന്റെ
ടാൻ അടിച്ച് കരിഞ്ഞാണ് തിരിച്ച് വീട്ടിൽ വന്നത്. പക്ഷെ ഭയങ്കരമായിട്ട് എൻജോയ് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഞങ്ങൾ ഡ്രസ്സൊക്കെ ആയിട്ടാണ് വന്നത്. നേരെ ഞങ്ങൾ പിന്നെ അങ്ങ് പോയേക്കാന്ന് വിചാരിച്ചിരുന്നു പാറുവിന്റെ വീട്ടിലേക്ക്. പാറുവിന്റെ വീട് അവിടെ അടുത്ത് പരവൂരാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ അവിടെ ചെന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി സെറ്റ് ആവാന്ന് അങ്ങനെ നേരെ അങ്ങോട്ടേക്ക് വിട്ടു. പക്ഷെ അടിപൊളിയായിരുന്നു. ഞങ്ങൾ വീഡിയോ എടുക്കാനത് ഞങ്ങൾക്ക് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിലായി പോകും. പിന്നെ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ നമുക്ക് ഫോണൊന്നും പിടിക്കാൻ പറ്റില്ല. അതൊക്കെ കാരണമാണ് കേട്ടോ നമ്മൾ അതൊന്നും എടുക്കാനത്. ഇനി പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അതിന്റെ വീഡിയോ ഒക്കെ എടുക്കാം. അപ്പൊ ഇങ്ങനെ പോയി കുളിക്കാനൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഓടയം ബീച്ചിലേക്ക് വിട്ടോട്ടോ. നല്ല സ്കിഡിലെ സ്ഥലമാണ്. ഇച്ചിരി രാവിലെ ഒരു 5 മണി 5:30 പോവാണെങ്കിൽ സൂപ്പർ ആയിരിക്കും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കരിഞ്ഞു പോകും. അങ്ങനെ തന്നെ നമ്മൾ പാറുവിന്റെ വീട്ടിലേക്ക് എത്തിയിട്ടോ. പാറുവിന്റെ വീട്ടിൽ 2 വലിയ പട്ടിയുണ്ട്. പിന്നെ അതിനെയൊക്കെ ഓട്ടിച്ചു വിട്ടത് ഞങ്ങൾ അകത്തേക്ക് കയറി. പാറുവിന്റെ അമ്മയ്ക്ക് ഒരു ഷോക്കായിരുന്നു ഞങ്ങൾ ചെന്നപ്പോ. ഞങ്ങൾ ചെല്ലുമെന്ന് പറഞ്ഞതേ ഇല്ല. ഞങ്ങളിപ്പോ ഇത് എവിടുന്ന് കയറി വന്നു എന്നാണ് ആന്റി നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നോക്കിക്കോ ഗൈസ്, ഗേൾസ് ട്രിപ്പ്. കുളിയും കഴിഞ്ഞ് അലക്കും കഴിഞ്ഞ് ഒരുത്തി അലക്കുന്നു. മണല് ഗൈസ്, മണല്. ഒരുത്തി അലക്കി വിരിക്കുന്നു. ഹലോ ഗൈസ്, 3 നൈറ്റിയിട്ട് അമ്മച്ചിമാരാണ്. ഞങ്ങള് വർക്കലയൊക്കെ പോയി കുളിച്ചിട്ട് ഇവിടെ വന്ന് കടലിൽ മാറിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് കുളിച്ച് 3 പേരും ഇങ്ങനെ വയ്യാണ്ടിരിക്കും. ഇനി ഫുഡ് കഴിക്കണം. ഇപ്പം കാറിൻ്റെ അമ്മ മധുരക്കിഴങ്ങ് കൊണ്ടുവന്നു. അങ്ങനെ കഴിച്ച് ഇങ്ങനെ ഇരിപ്പാണ്. വയ്യ, എനിക്ക് തലയും നനക്കാൻ വയ്യ. അറുമാതിച്ച് ഏതാണ്ട് 3 മണിക്കൂർ കടലിൽ കിടന്നു. അറുമാതി എനിക്ക് പച്ചലി സൂപ്പറായിരുന്നു. പണ്ട് കൊണ്ടായിരുന്നല്ലേ. എന്തേലും പറ. ഹലോ ഗൈസ്, ഞങ്ങളുടെ അടുത്ത വീഡിയോസ് എല്ലാം രാവിലെ കണ്ട ആൾക്കാരല്ലല്ലോ ഈ കിടക്കുന്നത്. ഇവിടെ ഫുള്ള് മേക്കപ്പ് തന്നെ. നാച്ചുറൽ ഫേസ് നമുക്കൊന്ന് കാണിക്കാം. ഇത് നാച്ചുറൽ ഫേസ് ആണ്. വീഡിയോ എടുക്കല്ലേ, ഒരുപാടൊന്നും വേണ്ട. ചോറെടുത്തോണ്ട് വന്ന് ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്നു. മനസാക്ഷി ഇല്ലാത്തോണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇട്ട് എവിടെ ഇട്ട് വെച്ച് ഞങ്ങൾ നോക്കട്ടെ. ഇട്ട് വെച്ചോ. ഇവിടെ ചോറും കറിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ചോറ് കഴിക്കാൻ ഒരു പ്ലാനും ഇല്ലായിരുന്നു കേട്ടോ. കാര്യം വെച്ചാൽ ഞങ്ങള് പുറത്തുനിന്ന് കഴിക്കാന്ന് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ അവള് കുറച്ച് ചോറിട്ട് ഞങ്ങൾ 3 പേരും കൂടെ കഴിച്ചു. എന്തായാലും പുറത്ത് പോയി കഴിക്കാന്നൊരു പ്ലാൻ ഉണ്ട്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചു നേരം കിടന്നുറങ്ങി. ഒരു മണിക്കൂറൊക്കെ കിടന്നുറങ്ങിയിട്ട് ഞങ്ങൾ നേരെ ലുലുവിലേക്ക് വിട്ടു കേട്ടോ. കൊട്ടിയം ലുലുവിലേക്ക്. ഹലോ ഗായ്സ്, ഞങ്ങള് താണ്ടെ നൈറ്റിയൊക്കെ മാറി ഇനിയിപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകണം. അപ്പം ഞങ്ങൾ വിചാരിച്ച് കൊട്ടിയത്തെ ലുലു സൂപ്പർ മാർക്കറ്റ് ഒന്നും കണ്ടില്ല. അപ്പം അങ്ങോട്ടേക്ക് പോവാം. സൂപ്പർ മാർക്കറ്റ് ഒന്ന് കാണാം, അതേപോലെ ഫുഡും കഴിക്കാം. പാറും ഇവിടെ വെള്ളം എടുക്കുക കേട്ടോ. എന്ത് പാറു? കങ്കാര് തൂക്കിയാ? അങ്ങനെ പാറ റെഡി, എല്ലാരും റെഡി കേട്ടാ. ആരതിയാണ് കേട്ടോ ഇത് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. എന്തിനാന്ന് വെച്ചാൽ ഇവക്ക് ഇതൊക്കെ കണ്ടിച്ചിരിക്കണം. വീട്ടിൽ പോയിട്ട് ഇവളിങ്ങനത്തെ വീഡിയോസ് എല്ലാം എടുത്ത് വെക്കും. അപ്പൊ ഞങ്ങൾ അതിനൊക്കെ നിന്ന് കൊടുക്കും കേട്ടോ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ ചിരി വരുന്നുണ്ടാവും. അങ്ങനെ ഞങ്ങള് അവിടെ നിന്നെല്ലാം റെഡിയായി. അമ്മയോട് വയ്യൊക്കെ പറഞ്ഞ് ഇറങ്ങി കേട്ടോ. അതാണ്ട് പട്ടി എടുത്തോണ്ട് പോകാതിരിക്കാൻ വേണ്ടി ചെരുപ്പൊക്കെ ഞങ്ങൾ അവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അവിടെ 2 പട്ടിയുണ്ട്, പക്ഷെ ഒന്നും ചെയ്യില്ല എന്നൊക്കെ അവള് പറയുന്നത്. നീ കൂടെ കൂളിംഗ് ഗ്ലാസ് വെച്ചേ, എന്നിട്ട് 2 ഇങ്ങോട്ടും തിരിഞ്ഞേ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വണ്ടിയൊക്കെ എടുത്ത് നേരെ എന്നാ കൊട്ടിയം ലുലു ആണ് അടുത്ത ഡെസ്റ്റിനേഷൻ. അവിടെ സൂപ്പർ മാർക്കറ്റ് വന്നതിന് ശേഷം ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല കേട്ടോ. പക്ഷെ എനിക്ക് വയനാട്ടിൽ വയ്യാത്തോണ്ട് ഞാൻ അങ്ങ് പോയി. ഇവളുമാര് പോയി കുറെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്ക് പാറു എനിക്കൊരു കിക്കാറ്റൊക്കെ എന്ത് പറ്റിയോന്തോ ഇവക്ക്. ഇങ്ങനെ ഇരിക്കുമ്പം ഇച്ചിരി സ്നേഹമൊക്കെ കാണിക്കും. എന്തുവാണോ എന്തോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങി. പക്ഷെ ഫുഡൊന്നും അത്ര ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. വിശപ്പ് ഉണ്ടായതുകൊണ്ട് എങ്ങനെയൊക്കെ വാരി കഴിച്ചു. പിന്നെ ഒരു ബിരിയാണി ഫുള്ളായിട്ട് തന്നെ കഴിച്ചില്ല. അത് വീട്ടിലേക്ക് കൊണ്ടുപോയി. ഈ ബിരിയാണി ഒട്ടും കൊള്ളില്ലായിരുന്നു. പിന്നെ ബ്രോസ്റ്റഡ് കുഴപ്പമില്ല, ഫ്രൈഡ് റൈസും കുഴപ്പമില്ല, ചില്ലി ചിക്കൻ എന്ന് പറയാം. അങ്ങനെയൊക്കെ അങ്ങനെ അതെല്ലാം കഴിച്ചു. വിശപ്പുണ്ടായോണ്ട് എങ്ങനെയൊക്കെയോ കഴിച്ചു കേട്ടോ. ഞങ്ങളെല്ലാം മുഖമൊക്കെ വാടി. എനിക്ക് പനിയായി, തൊണ്ടവേദനയായി.
അങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. കാരണം വെച്ചാൽ അത്രയും വെയിലത്തല്ലേ നമ്മൾ വെള്ളത്തിൽ കിടന്നു. പിന്നെ അവിടെ നിൽക്കാനുള്ള കരുത്ത് ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് ഒട്ടും വയ്യാതായി. അപ്പൊ നമ്മൾ വിചാരിച്ചു പിന്നെ ഒരു ദിവസം അല്ലാതൊക്കെ വന്ന് കറങ്ങാം. പ്രത്യേകിച്ച് അവിടെ വലുതായിട്ട് കാണാനൊന്നുമില്ല. അങ്ങനെ നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി കേട്ടോ.